absolute grand cinematic spectacle that we just watched on screen. ശേഷം മെയ് 1 നമുക്ക് തിയേറ്ററുകളിൽ കാണാം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല. We have a lot of things to do. ഇനി എനിക്ക് തന്നിരിക്കുന്ന ഒരൊറ്റ മിനിറ്റ് സമയമാണ്. അതിനുള്ളിൽ സിനിമയെ പറ്റി മാക്സിമം ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. 131 ദിവസം നീണ്ടു നിന്ന ചിത്രീകരണമാണ് ഈ ചിത്രത്തിലേത്. എവിടെയൊക്കെയാണ് ഇത് ചിത്രീകരിക്കപ്പെടുന്നത്? I can read out the list for all of you. Azerbaijan, London, Sharjah, Abu Dhabi, Sri Lanka, Delhi, Hyderabad, Mumbai, Kerala. ഇവിടുത്തെ എല്ലാം സ്പെക്ടാക്കുലർ വിഷ്വൽസ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ സിനിമയിലൂടെ എത്താൻ പോവാണ്. Of applause, the Malayalam cinema's globally acclaimed filmmaker. Let's welcome Mr. Mahesh Narayan on board. ചില വേദികളിലെ അവതാരകരെ ഒരുപാട് നീട്ടി വലിച്ച ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുമ്പോൾ അവരെ ചീത്ത പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ചക്കര മുത്തുപ്പൊന്ന we have our Mamuka right here with us. Let's bring him on stage. When you're ready, listen on whatever you can do it because there is none other like him. There is nobody else but Mammootty. Welcome, Mamuka. എന്റെ കണ്ണൊരു പെർട്ടിക്കുലർ വ്യക്തിയിൽ ഇങ്ങനെ ഉടക്കി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്റ്റേജിലോട്ട് കൊണ്ടുവരാം. The absolutely handsome, the heartthrob of all of us, the ever charming star actor, we have Mr. Kunjaku Bowman joining us as well. നമുക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. I would love to start by inviting this fantastic actor. We have Darshana Rajendran joining us on stage. ദർശനോടൊപ്പം ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു Seren Shihab. And to grace the occasion we have Grace Anthony. And ആദ്യം മുതലേ മമ്മുക്ക for being with me for this one. Thank you, Chavajan, and all the rest of the cast also. So questions open ആയിട്ട് വെക്കാം. And മമ്മൂക്ക പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസമ്പത്തിൽ കയറിയിട്ട് ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. മമ്മൂക്ക പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസമ്പത്തിൽ കയറിയിട്ട് ഒരു ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ക്വയറ്റ് ഓഫീസർ, ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ പാറ്റേഡ് ഇറങ്ങിയതിനു ശേഷം ആളുകൾ സോഷ്യൽ ഇവാലുവേറ്ററിനെ പറ്റിയിട്ടും പെരിസ്കോപ്പിനെ പറ്റിയിട്ടും സോഷ്യൽ സ്കോറിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്നു. പാട്രിയറ്റ് കണ്ടാലും അവർക്കുള്ളൊരു ടേക്ക് അവേ ആസ് ആൻ ഇൻഫർമേഷൻ സോഷ്യൽ സ്കോറും സോഷ്യൽ ഇവാലുവേറ്ററും പെരിസ്കോപ്പും ഒക്കെ ആയിരിക്കും. അതെ, സ്പോയിലർ വിപുലി വിശദീകരിക്കാൻ ആണ് സിനിമ. ഇതെല്ലാം കൂടെ പറഞ്ഞാൽ പെരിസ്കോപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇവാലുവേഷൻ. പിന്നെ ഇതൊരു അവയർനെസ് സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ഈ ടെക്നോളജിയുടെ ആധിക്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്യം കൊണ്ടോ ഒക്കെ നമ്മൾ സാധാരണക്കാർ പെട്ടുപോകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. പലതും നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചാണ്. പലതും നമ്മളെ കൊടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ. പക്ഷെ അതിലേക്കുള്ള ശ്രമങ്ങളും എന്ത് കാര്യത്തിനിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടും അതും അതിൻ്റെ ഭാഗമാകും. അങ്ങനെയാണ് അതൊരു സിനിമയാണ്. എന്ത് കാര്യത്തിലിറങ്ങിയാലും ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പിനെ തരണം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് സിനിമ. അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ ആരുമില്ലാതെ ഈ സിനിമ മുമ്പോട്ട് പോവുകയോ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ഇത്രയും ഈ കാണുന്നവരെക്കാൾ അത്രയും കൂടെ നമ്മൾ കാണാത്തവരുണ്ട്, എവിടെയില്ലാത്തവരുണ്ട്. സിനിമ പൂർണ്ണമായിട്ട് കാണുമ്പോഴല്ലേ മനസ്സിലാവുന്നത്. സിനിമ ട്രെയിലർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് ഒരു സിനിമയുടെ മുഴുവൻ കഥയല്ലേ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ ഒരു 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 പ്രത്യേകതരം സാഹചര്യത്തിൽ ഉണ്ടാക്കപ്പെട്ടൊരു സാധനമാണ്. അത് സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും സിനിമ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തും അങ്ങനെ ഒരു വിഷയമുണ്ട്.